എന്തായാലും ഇപ്പൊ നമ്മൾ മൃഗശാലയുടെ ഉള്ളിൽ കിടന്നിരിക്കുകയാണ്. വളരെ രസകരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്റെ ചാനൽ നിങ്ങൾ കാണുക മാത്രമല്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ദൈവത്തെ ഓർത്ത് കമന്റ് ബോക്സിൽ വന്ന് തള്ളക്കി വിളിക്കരുത്. എന്തായാലും ഇവിടെ ഞാൻ നിങ്ങളെ ഇപ്പൊ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ പെൺകരടി സൂക്ഷിച്ചു നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്ന ഈ പെൺകരടി ഇന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിയിരിക്കുന്ന ഒരു പെൺകരടിയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ പ്രശസ്തിയായി കഴിഞ്ഞിരിക്കുന്നു ഈ പെൺകരടി. കാരണം വളരെ യാദൃശികമായിട്ട് ഈ കരടിയുടെ കൂട് ഒന്ന് തുറന്നു കിടന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി ഈ കൂടിനകത്ത് അകപ്പെടുകയും ഈ കരടി ആ കുട്ടിയെ കയ്യിലെടുത്ത് അതിന് ഉമ്മ കൊടുത്തതിന് ശേഷം അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് വളരെയധികം അത്ഭുതാവഹമായ ഒരു സംഭവമാണ്, നാട്ടിലെങ്ങും നടക്കാത്ത കാര്യമാണ്. അതിൽ നമുക്ക് വളരെയധികം സന്തോഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ കരടി ഇവിടെ വൈറലായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ കരടി ഒരു കരടിയല്ല, ഇതൊരു പുലിയാണ്. പുലി പുലി. പിന്നെ നമ്മുടെ മൃഗശാലയിലെ സൂക്ഷിപ്പുകാരനായ ചേട്ടൻ ഇവിടെയുണ്ട്. ചേട്ടാ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ചേട്ടാ ഞാനുണ്ടല്ലോ ഇവിടെ. ചേട്ടനല്ലാതെ വേറെ മൃഗങ്ങളുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിക്കുമായിരുന്നു. ഒരുപാട് മൃഗങ്ങളുണ്ട്. എന്തായാലും പ്രിയമുള്ളവരെ, ഈ കുട്ടിയെ ആ അമ്മയ്ക്ക് ഈ കരടി തിരിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് ആ കുട്ടിയെ നഷ്ടപ്പെടുമായിരുന്നു. അത് മാത്രമല്ല, എന്താണ് ആ അമ്മയുടെ അവസ്ഥ അത് നമ്മൾ ചിന്തിക്കണം. ആ അമ്മയ്ക്ക് ആ കുട്ടിയെ നഷ്ടപ്പെട്ടാൽ എന്ത് നിന്റെ അമ്മക്ക് നിന്നെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇവിടുന്ന് പോയാലായിട്ട് ഇറങ്ങി. ഇതാണ് ഇങ്ങനെയുള്ള മൂരാച്ചികളാണ് ഇതുപോലുള്ള വ്ളോഗർമാർക്ക് എന്നും തടസ്സം എന്നുള്ളത് ഞാൻ പറയുകയാണ്. എന്തായാലും നിങ്ങൾ ഇത് കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഉടനെ ഒരു ചാനൽ തുടങ്ങിച്ച് ഇറങ്ങിയൊക്കെയല്ലേ ഇങ്ങോട്ട്. എന്തോ അല്ലേ ചേട്ടാ എപ്പോഴും ഈ കരടിയുടെ കൂടിന്റെ ചുറ്റിനും കിടന്ന് കറങ്ങണത്? ഇത് വെറും കരടിയാണോ? വൈറൽ കരടിയല്ലേ. പിന്നെ അതന്നെല്ലാം സ്പെഷ്യൽ ഓർഡർ ഉണ്ട്, ഞാൻ ഇതിന്റെ കാര്യം നോക്കിക്കോളാന്ന് പറഞ്ഞു. അതാണ് ഇവിടെ നിൽക്കുന്നത്. അതല്ലേ വേറെ എന്തോരം മൃഗങ്ങളുണ്ട്, അതിനൊക്കെ പോയി നോക്കാൻ പാടില്ലേ? അതല്ലേ പറഞ്ഞ സ്പെഷ്യൽ ഓർഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, എന്താണ് നമ്മുടെ വെറൈറ്റി കരടിയുടെ ഇന്നത്തെ ഭക്ഷണം? ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെറൈറ്റി മെനു തന്നെയാണ്. അത് രാവിലെ അപ്പവും കടലക്കറി. നീ ആ ചൂലിട്ട് ഇങ്ങോട്ട് വന്നേ. രാവിലെ അപ്പവും കടലക്കറിയും കൊടുക്കും. പിന്നെ ഒരു 10 മണിയാകുമ്പോ പപ്സ്, ഷാർജ ഷേക്ക് നിർബന്ധം. പിന്നെ 12 മണിയാകുമ്പോ മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി. വൈകിട്ട് 4 മണിക്ക് 2 വട, ഒരു ചായ. പിന്നെ രാത്രി 8:30 ആകുമ്പോ തന്നെ ഒരു 10-35 പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് ഫ്രൈ മസ്റ്റ് ആയിട്ട് വേണം. ബീഫ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. എന്താണല്ലേ പച്ചമീനും പച്ചിറച്ചിയും തിന്നിടന്ന് വെച്ചാൽ കരടിയാണ്. അതാണ് ഇപ്പൊ നമ്മള് മനുഷ്യരുടെ ഭക്ഷണം ഇത് കഴിക്കുള്ളൂ. അതേ കഴിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടാ, ഞാൻ എപ്പോഴും ഇവിടെ തൂക്കാനും തുടക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ വരുമ്പളേ ഇതൊരു വക എന്തോ ഒരു വശപ്പശക നോട്ടം, എന്തോ കോഴികളെ പോലെ. അതെന്താറിയാവോ, നീ ഇടക്ക് ഭക്ഷണം കൊടുക്കണല്ലോ, സ്നേഹമായിട്ട് നമ്മള് മനുഷ്യരെ പോലെ. ശരിക്കും പെണ്ണുകരടി തന്നെയാണ്. എനിക്ക് സംശയം. പെൺകരടി, ശ്യാമക്കരടി. അങ്ങനെയാണെങ്കിൽ എന്തോരം ആമ്പിള്ളേര് ഇവിടെ വന്ന് നിന്നെ വിളിക്കുന്നുണ്ട്. ഇതവിടെ മൂലക്ക് മാറിക്കിടന്നുറങ്ങും. പെമ്പിള്ളേരെ എങ്ങനെയാണ് വന്യം കണ്ടല്ലേ, എന്റെ വെപ്രാളൊന്ന് കാണണം. ദൈവം, മനുഷ്യരെ പോലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോ എന്റെ കയ്യില് നഖം വെച്ചിട്ട് ഇങ്ങനെ ഒരു തോന്നിയാ എനിക്ക് അങ്ങനെ എന്തോ പോലെ. എന്തായാലും നന്നായി, വൈറലായ കരടിയല്ലേ തോണ്ടി. അല്ലെ ഇവിടെ കിടക്കുന്ന ചിമ്പാൻസിയും കുരങ്ങൊന്നും നിന്നെ തോണ്ടിയില്ല. നീ ചെന്നേ, എനിക്ക് ഇത്തിരി ട്രെയിനിങ് കൊടുക്കാനുള്ള പരിപാടി. നീ ഇവിടെ അപ്പുറത്ത് ആ സിംഹമൊക്കെ കിടക്കടുത്ത് പോയി തൂക്ക്. അവിടെ ആകെ വൃത്തികേടായിട്ട് കിടക്കാണ് കേട്ടാ. നിനക്ക് എന്താടി ഈ ആമ്പിള്ളേരെ കാണുമ്പോ ഇത്ര ഇളക്കം? ഇങ്ങോട്ട് ഇറങ്ങിക്കടി, ഇങ്ങോട്ട് ഇറങ്ങിക്ക്. നിനക്ക് 3 നേരവും ഭക്ഷണവും തന്ന് നല്ല ഒന്നാം തരത്തിൽ നിന്നെ നോക്കുമ്പോ നീ ആണുങ്ങളെ കാണുമ്പോ ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാ, നിന്നെ റെഡിയാക്കി തരാം. ഇങ്ങോട്ട് വാടി, നടന്ന് വാടി. എന്താണൊന്ന് കഞ്ഞിവെള്ളം പോലും കുടിക്കാത്ത പോലെ ഇങ്ങ് വാ. നിനക്ക് എന്താടി ഇത്ര ഇളക്കം? നിന്റെ വായിൽ എന്താടി പഴമാണ്? നീ എന്താ ഒന്നും മിണ്ടിയല്ലേ നീ? നിനക്ക് ഞാൻ റെഡിയാക്കി തരാം. ആരെങ്കിലും ഈ ഒറ്റ കാരണം 10-20 ദിവസമായിട്ട് ഞാൻ ഇതിനകത്ത് കിടന്ന് അനുഭവിക്കുന്നത്. ഞാൻ കേട്ടടാ, എടാ നിന്റെ കയ്യിൽ നിന്ന് ഒരു കൈമോശം സംഭവിച്ച് ഈ കൂട്ടി കിടന്ന കരടിയത്ത്. എന്നിട്ട് മൂർഖ പറയൂടാ, ഞാൻ മൂർഖ പറയൂടാ. നിന്റെ കൈമോശം സംഭവിച്ച് ഇതിനകത്ത് കിടന്ന ഒരു കരടി മരിച്ചു. എന്നിട്ട് രായ്ക്ക് രാമാനം ഒരു മനുഷ്യനറിയാതെ നീ ആ കരടിയെ കുഴിച്ചിട്ട് എന്നിട്ട് എന്നെ ഈ കരടിയുടെ വേഷം കൊട്ടി നീ ഈ കൂട്ടിനകത്തിട്ട് എത്ര ദിവസമാണ് നീ? എടാ വെറുതെ അല്ലല്ല, നിനക്ക് ശമ്പളം തന്നെയല്ലേ, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം തന്നെയല്ലേ, പിന്നെ ക്വാർട്ടർ തന്നെയല്ലേ മേടിച്ച്? എന്താ പറഞ്ഞ? പിന്നെ ഒരു ക്വാർട്ടർ ബോട്ടിൽ മേടിച്ച് നിനക്ക് തന്നെയല്ലേ? നീ എനിക്ക് 300 കുണുവേലാണ് നീ എനിക്ക് വെറുതെ ഒരു പണിമേല ഇല്ലാതെ നിനക്ക് 300 കുണുവ വലുതല്ലേ നിനക്ക് കിട്ടിയില്ലേ? പണിമേല ഇല്ലാതാ പിന്നെ ഭക്ഷണം അകത്തോട്ട് പോയപ്പോ അത് വെളിയിലോട്ട് പോകാനുള്ള സൗകര്യം കൂടെ വേണം. അതല്ല മൂത്രം ഒഴിച്ചിട്ട് എത്ര ദിവസമാണെന്നറിയാം? അത് ഞാൻ അറേഞ്ച് ചെയ്യാം. നീ ബഹളം വെക്കൽ, ആരെങ്കിലും ഒക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാവും. എനിക്ക് നിറവറായിട്ട് നിൽക്കുന്ന ഒരു ഭാര്യയുണ്ട്, 3 പിള്ളേരുണ്ട്. അതുങ്ങളെ കണ്ടിട്ട് എത്ര ദിവസമാണെന്നറിയാം? അയ്യോ അളിയ, സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ നിന്റെ ഭാര്യ പ്രസവിച്ചെന്നും പറഞ്ഞ് നിന്റെ അളിയൻ വിളിച്ചിരുന്നു. ആൺകുഞ്ഞി. ദൈവമേ, ദൈവത്തിന് നന്ദി. അതിരിക്കട്ടാ, ഈ എനിക്കുണ്ടായ കുഞ്ഞില്ലേ അത് ഈ കരടിയെ കണക്കൊക്കെ ഇരിക്കാന്നറിയാം. എടാ ഇതിനകത്ത് കിടന്നിട്ട് കരടിയാണോ ഞാൻ മനുഷ്യനാണോന്ന് അറിയാമോ? ആ പടം ദിക്കട പൊട്ടിയിരിക്കുകയാണ്.
പണിയായല്ല. നിനക്ക് കണ്ണ് കാണാവാടെ? ഞാൻ കണ്ണല്ല, അപ്പൊ ഞാൻ മല്ല പറഞ്ഞു. ഞാൻ കരുതരാം. ഞാനൊന്ന് പുറത്തിറക്കിയാ ബോറടിക്കണമെന്ന് വേണിച്ചേട്ടാ ബോറടിക്കുന്നത്. ഓഫീസിലൊരു ഫോൺ വന്നിട്ടുണ്ടായി. ഇങ്ങോട്ടൊരു VIP ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. MLA വരുമല്ല, MLA MP എല്ലാരും വരും. കാരണം വൈറൽ കരടി കാണാനാ വന്നേന്ന് പറഞ്ഞ. ഞാൻ ജിറാഫിന്റെ കൂടിന്റെ അടുത്തുണ്ടാവും. ജിറാഫിന്റെ അടുത്ത് എടാ നിന്നെ കാണാൻ MLA വരുന്നത്. ഏത് MLA ആണെന്ന് അറിയാമോ? എടാ നിന്റെയൊക്കെ മണ്ഡലത്തിലെ സുമേഷ് തമ്പി MLA നിന്നെ കാണാനായിട്ട് വരുന്നത്. ഉഴപ്പല്ലേ, അഭിനയിച്ച് കൊളാക്കല്ലേ കേട്ടാ. കണ്ണൊക്കെ കാണാല്ല. എന്താണ് വിളിക്കുന്നത്? കരടിയെ കാണാമെന്ന സന്തോഷത്തിൽ ഞാൻ എല്ലാം മറന്നുപോയി. എന്നെ കുറിച്ച് വിളിക്കുന്നത്. എന്താ വിളിക്കണ്ട? അവിടെ നിന്നാ മതി. ഹലോ, നമസ്കാരം. അതെ, ഈ കരടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? വേണുവാണ് സാറേ. ആ വേണുവിനെ വിളിക്ക്. അല്ല, ഞാനാണ് വേണു. താനാണ് വേണു. അതെ, എന്റെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു വൈറൽ കരടിനെ കണ്ടില്ലെങ്കിൽ അതൊരു വിഷയമാണല്ലോ. അല്ല, MP മറ്റു മന്ത്രിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ വന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. പറ സാർ. എനിക്ക് ഈ കരടിയുടെ ഒരു സെൽഫി എടുക്കണം. അത് കരടി സമ്മതിക്കോ? അത് ഇയാളില്ലോട് കൂടെ ഒരു കരടിക്ക് മറ്റൊരു കരടിയെ കണ്ടുകൂടുന്നാണ് പറയുന്നത്. താൻ എന്ത് വർത്താനോട് പറഞ്ഞത്? താൻ എന്ത് വർത്താനോട്? ഇതൊരു ബോഡി ഷെയ്മിംഗ് ആണ്, ഇങ്ങനെ പറയാൻ പാടില്ല. ആർക്ക്? കരടിക്ക്. അതെ, നിങ്ങള് കുറെ വർഷമായിട്ട് പരിചയമുണ്ടോ കരടിയെ? അയ്യോ, ഞങ്ങള് കുഞ്ഞുനാൾ പോലും ഒന്നിച്ച് കളിച്ചു വളർന്നല്ലേ. അങ്ങനെയല്ല, ഏതാണ്ട് എന്റെ പ്രായം വരും. ഓ, അങ്ങനെ. കരടി കാട്ടിലും ഞാൻ വീട്ടിലും. ഓ, അങ്ങനെയല്ലേ. അങ്ങനെ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റിട്ടുണ്ട്. നിയമസഭയിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. വിത്ത് തനിക്കൊരു പ്രൊമോഷൻ. നല്ല കാര്യം സാറേ. അതിരിക്കപ്പോ ഒരു സെൽഫി സാർ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അങ്ങോട്ട് വിളിച്ചോ. കൂട്ടി കയറണ്ട. ശ്യാമേ ശ്യാമേ, പേര് ശ്യാമേ എന്നാ സാറേ. ശ്യാമയാണല്ലേ? വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലേ? ഒന്നുമില്ല സാർ. കൂടെ തന്നെ നിൽക്കണം കേട്ടോ. ഒന്നുമില്ല ശ്യാമേ, ഉപദ്രവിക്കുന്നില്ല സാർ. ഞാനിവിടെ എന്റെ കൂടെ തന്നെ. നമ്മുടെ MLA ആണ്. ഒരു അടിപൊളി സെൽഫി ആയിരിക്കും. തോമസ് സാർ പാവാ, തോമസ് സാർ പാവാ. ഇതെന്തിനാ ഇങ്ങനെ പറയണത്? അല്ല, ഈ സിറ്റ് വഴി ഈ ഡയലോഗ് ഇറച്ചി. അയ്യോ, പിടിച്ചു മാറ്റണോ? സാറ് ഇങ്ങോട്ട് ഓട് സാറേ. സാറ് ആ മുന്നിൽ കിടന്ന് ഓടല്ലേ. നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എന്ത് പണിയാണ് കാണിച്ചത്? നിന്റെ കാലം പഠിച്ച ഒറ്റ അടിയാണ്. നിങ്ങളുടെ മണ്ഡലത്തിൽ MLA ആണെന്ന് ഞാൻ പറഞ്ഞില്ല ജയിച്ചു പോയത്. അവൻ രണ്ടെണ്ണം കൊടുക്കണമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കാം. എന്ത് കാര്യത്തിന്? എടാ, ഞാനൂടെ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ജയിച്ച് MLA ആയത്. പാർട്ടിക്ക് വേണ്ടി എത്ര വോട്ട് ഞാൻ പിടിച്ചെന്നറിയാവാ. എന്നിട്ട് എന്റെ ഒരു വീടിന്റെ കാര്യത്തിന് അവന്റെ MLA ഓഫീസിൽ ഞാൻ ചെന്നപ്പോഴേ അവൻ എന്നെ കണ്ട പാവം നടിക്കുന്നില്ല. അവൻ എന്നെ അറിഞ്ഞുകൂടാ. അവൻ കരടിയുടെ വേഷത്തിൽ നടന്ന കൊടുത്തല്ലേ എനിക്ക്. കൂട്ടരെല്ലാം അങ്ങനെ നീ ഇവിടെ കിടന്ന് വളവളാന്ന് വർത്താനം പറയല്ലേ. ഇതെടുത്ത് വെച്ച് നീ എന്റെ പണി കളയിപ്പിക്കല്ലേ. ഫുഡും കാശും ഒക്കെ തന്നെ എടുത്ത് വെച്ചേ. ദൈവമേ, പണിയായല്ല. സാറ് വരുന്നുണ്ട്. വേണു, അയ്യോ സാറേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു സാർ. നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ അല്ലേ? ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് കൊടുക്കുന്നത്? അയ്യോ, എനിക്ക് എന്താണെന്നറിയാമോ, ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതുകൊണ്ട് 3 നേരം കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ ഞാൻ തലവിറ്റ് വീഴും. തന്റെ ഭക്ഷണത്തിന്റെ കാര്യമല്ലേ ചോദിച്ചേ? കരടിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ചോദിച്ചേ? അയ്യോ, 4 നേരം അളിയൊരു ഉഗ്ര ഫുഡല്ലേ. ഈ 24 മണിക്കൂർ ഇതിന്റെ കൂടെയാണല്ലോ ഞാൻ. ഒരു വാടാപോടം എന്താ അളിയ അമ്മാവ മച്ചാനത്തൊക്കെ വിളിക്കും. കരടിക്ക് 4 നേരം നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നോക്കട്ടെ ഇങ്ങനെ വന്ന്. ഇവന്റെ കണ്ണിനൊക്കെ ചെറിയൊരു മഞ്ഞപ്പൊക്കെ കാണുന്നുണ്ടോ? ഇല്ല സാർ, ഒരു കുഴപ്പമില്ല. ക്ഷീണമുണ്ടല്ലോ? ഒരു ക്ഷീണവും ഇല്ല സാറേ. നല്ല ക്ഷീണമുണ്ട്. ഇല്ല സാറേ, നല്ല ക്ഷീണമുണ്ട്. ക്ഷീണമൊന്നുമില്ല. 4 നേരം ഉഗ്രം ഫുഡാ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, തനിക്ക് നോക്കാൻ വല്ല ബുദ്ധിമുട്ടുവാണെങ്കിൽ താമണെങ്കിൽ 3-4 ദിവസം ലീവ് എടുത്തോ. എനിക്ക് ലീവൊന്നും വേണ്ട. ലത നോക്കുക സമയത്ത് ലീവൊന്നും വേണ്ട. ഇതിന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം. ഞാൻ നന്നായിട്ട് ഇറങ്ങിയേക്കണം. പിന്നെ ഒരു ഗുഡ് ന്യൂസ് പറയാറുണ്ട് വേണു. എന്താണ് സാർ? അടുത്ത പ്രാവശ്യം വിദേശത്തുനിന്ന് നമ്മളൊരു ഹിമക്കരടിയെ കൊണ്ടുവരുന്നുണ്ട്. അടിപൊളി. അതിനെ വേണു തന്നെ ട്രെയിൻ ചെയ്യണം. ചെയ്യാം. അത് തന്നെയല്ല, ആ ഹിമക്കരടിയെ നമ്മള് ഇവളുടെ കൂടെയാണ് അക്കോമഡേഷൻ കൊടുക്കുന്നത്. അയ്യോ അയ്യോ അയ്യോ, അതങ്ങനെയല്ല. അയ്യോ 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 അഞ്ജന കണ്ണെഴുതി ആ പാട്ടില്ലേ? പാടുവോ സാർ? പിന്നെ പാടുവോ? ഉഗ്രനായിട്ട് പാടും. 4 പേര് പാടട്ടെ. വേണ്ട വേണ്ട, എനിക്ക് പാട്ട് കേൾക്കണ്ട. അവിടെ കുരങ്ങുണ്ട്, കുരങ്ങിന്റെ കൂട്ടി പോയി പാടാം. അവര് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഒരു കാര്യം ചെയ്യ്, മയിലിന്റെ കൂട്ടി പോയി കിടന്ന് പാടാം. അത് മയിലിന്റെ കൂട്ടി പോയി. മയിലാടും കുന്നു മറന്നേ പോയോ. വൈകിട്ട് കൂടണം. പണ്ട് കളി വീശി പിടിച്ചതും പുഴവീം പിടിച്ചതും മറന്നു പോയോ. ഒന്ന് വന്നെങ്കിൽ പെട്ടേനെ ഇപ്പൊ നീ വന്നടാ.
എനിക്ക് പറഞ്ഞേട്ടാ കഴിക്കട്ടെ. ഒരു കരടി കൂടി വരുന്നുണ്ടെന്ന്. വരുന്നുണ്ട്. അതിനെ ഞാൻ തന്നെ ട്രൈ ചെയ്യണമെന്ന്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പക്ഷേ ഞാൻ മനുഷ്യനാണ്, വരുന്ന ഒറിജിനൽ മൃഗമാണ് കരടി. അതിനെന്താ? അല്ല കുഴപ്പമില്ല, നിന്നെ ബംഗാളികൾ പൊറോട്ട വലിച്ചു കീറുന്ന പോലെ ആ കരടി വലിച്ചു കീറായിരുന്നാ മതി. പിന്നെ അഥവാ അങ്ങനെ വലിച്ചു കീറിയാലും നിന്നെ കൊണ്ടൊരു ഗുണമുണ്ട്. എന്ത് ഗുണം? ഈ കപ്സയുടെ മസാല തേച്ചിട്ട് നിന്നെ പൊരിച്ചെടുക്കാം. ആവശ്യമില്ലാത്ത വർത്താനം പറയാം, കൂടുതൽ ഷൈൻ ചെയ്യല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, പെണ്ണുങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ല ഇളക്കമൊന്നും വേണ്ട, അവർക്കൊക്കെ ഡൗട്ട് അടിക്കാം അല്ലേ? ഡൗട്ടാണ്. ഞാൻ ഇച്ചിരി ഇളകും, പെണ്ണുങ്ങളെ കാണാൻ ഞാൻ ഇച്ചിരി. അയ്യാ സായിപ്പൊക്കെ വരുന്നുണ്ട്, സായിപ്പോ ആൾക്കാരെ കാണാൻ വരുന്നുണ്ട്. വൈറലായ അളിയാ, നീ നോക്കിക്കോ സോഷ്യൽ മീഡിയയിൽ നിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഈ കരടിയൊക്കെ സമ്മതിക്കണം അല്ലേ? എന്താടാ? അല്ല ജീവിതകാലം മുഴുവൻ ഇത് ഇട്ടോണ്ട് നടക്കുന്നതേ. അല്ലടാ എനിക്ക് തലയെങ്കിലും ഊരാൻ, കരടി എന്ത് കിട്ടും? Amazing! Oh, what super! Oh my god! Yeah, come on! Yeah! Yes! Oh my god! Hi, sir. Is it the wild beer? Yes, sir. Yes, sir. Really? Beer? It's the wild beer. I heard it's dancing. Can I dance with her? ഡാൻസ് കളിക്കണോ? ഒന്ന് ചോദിച്ചോട്ടെ. അത് പിന്നെ ഡാൻസ് കളിക്കണോ സായിപ്പിന്റെ കൂടെ? അങ്ങ് പഠിക്കുന്നു പറഞ്ഞാൽ മതി. കണ്ട വെള്ളക്കാരൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ എന്നെ കിട്ടത്തില്ല. ഈ ഒരു കാര്യം ഞാൻ മദാമയോട് പറയാം, നമുക്ക് കൂട്ടി കയറ്റി വിടും. കൂടി കൂട്ടി കയറ്റിയൊന്നും വിടത്തൊന്നുമില്ല. മദാമയാണെ കളിക്കാല്ലേ വേണ്ട, മദാമയാണെ കളിക്കാല്ലേ. സാർ പിന്നെ സാറിന്റെ കൂടെ ഡാൻസ് ഇല്ല, താല്പര്യമില്ല. No dance with me? ഇല്ല. Why? ഷീസ് ഗേൾ. Oh! അതുകൊണ്ട് മാഡത്തിന്റെ കൂടെ ഡാൻസ് ചെയ്യാം. Really? Yes. Oh my God! Yeah, can you dance with me? ഓക്കേടാ, ഭയങ്കര സന്തോഷമായിരിക്കും ഡാൻസ് ചെയ്യാനായിട്ട്. പെണ്ണുപിള്ളേരെ വിളിച്ചോണ്ട് പോയിക്കോ. Amazing! Thank you, man. Thank you. Come on, dear. Thank you. മതി. എടാ ഭ്രാന്താ, നീ എന്താ മദാമേനെ ഒരു വട്ടം പിടിച്ച്? എന്തിനാ വട്ടം പറഞ്ഞത്? പിന്നെ നീ എന്നെ കാണിച്ച്? ഞാൻ നിന്റെ മര്യാദയ്ക്ക് പറഞ്ഞ പെണ്ണുങ്ങൾ വരുമ്പോ മാത്രം എന്താ നീ എന്നെ ഇത് അടക്കം പിടിച്ചു? പെണ്ണുങ്ങൾ വരുമ്പോ ഇങ്ങനെ ഏർപ്പിടി എന്റെ പണി പോരാവാ. ഈ നടക്കത്തില്ല, ഈ നടപടി മുന്നോട്ട് പോകത്തില്ല. എങ്ങനെ മുന്നോട്ട്? ഞാൻ ജോലി രാജിവെക്കുന്നു. ഇതാ രാജിക്കത്ത്. നീ രാജിവെക്കരുത്. നിനക്ക് 3 നേരം ഭക്ഷണം തരണ്ട, ഒരു പൈന്റ് തരണ്ട, 300 രൂപ ദിവസക്കൂലി തരണ്ട, പിന്നെ നിനക്ക് എന്താ കുഴപ്പം? എടാ നീ എന്റെ മറവി ഇവിടെ ഒരുപാട് കള്ളത്തരം നടത്തുന്ന കേസ് എനിക്കറിയാം. എന്ത് കള്ളത്തരം? ഇവിടെ മൃഗങ്ങൾക്ക് തിന്നാൻ കൊണ്ടുവരുന്ന ഇറച്ചിയും മീനും ഒക്കെ അപ്പുറത്തെ ശ്രീഭദ്ര ഹോട്ടലിൽ നീ കൊണ്ട് വിറ്റ് പൈസ മേടിക്കുന്നത് എനിക്കറിയാം. ഞാൻ പറയും മിണ്ടല്ലേ. അത് ഞാൻ നിനക്ക് എന്തെങ്കിലും തരായില്ലെന്ന്. നീ എനിക്കൊരു കുന്തം തരണം, നീ ഇത് പിടിച്ചു വെച്ചേ. നീ എന്നെ തല്ലാനായിട്ട് ഞാൻ നിന്നെ തീരോ? എനിക്ക് നടക്കല്ല. ഞാൻ ഇട്ടിട്ട് പോകുന്ന ഞാൻ കൊന്നച്ച ഞാൻ ഇവിടെ ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് കളിയാ വെച്ചിട്ടിരിക്കാനാ? വെച്ചേ പിടിച്ചേ വെച്ചാ. നീ സേഫ് ആണല്ലോ. ഞാൻ സേഫ് നോക്കാതെ ഞാൻ തരാടാ. ഇനി വീടി ആരെങ്കിലും വന്ന് കണ്ടാലും കുഴപ്പമില്ല. കരടിയൊന്നും അല്ല ഇത്. ആരോടെ ഞാനത് പറയണ? ഞാൻ കൊണ്ടുവന്നോണ്ട് വന്യജീവികളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പ് കേസിലൊക്കെ തന്റെ ജോലിയും പോകുന്ന അറിയത്തില്ലേ? ഉപദ്രവിച്ചല്ല സാർ, ഒരു സിനിമാ സംവിധാനം വിളിച്ചായിരുന്നു. അപ്പൊ ആ സിനിമയിൽ കരടി ഇവളെ നായികയാക്കിക്കൊണ്ട് ഒരു പടം ഞാനപ്പോ അഭിനയിക്കേണ്ട രീതി. നമ്മുടെ ശ്യാമക്കരടി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. നമ്മുടെ ഈ മൃഗങ്ങളാവും മൊത്തം വരുമല്ലോ സിനിമയില്. തീർച്ചയായിട്ടും സാറൊക്കെ ഉണ്ടാവും. ഒരുപാട് ശ്യാമക്കരടി വന്നു. ഇവിടെ പൊടിയിരിക്കണം. അല്ല പൊടിയിരിക്കണം ഞാൻ പറഞ്ഞ തട്ടിയപ്പോ ആണല്ലേ? ഇവന് ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കൊടുക്കണുണ്ട്. ഈ ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, പിന്നെ കാര്യം ഈ മൃഗങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് ചില ആഗ്രഹങ്ങളുണ്ടല്ലോ. മനുഷ്യനത് പറയാൻ പറ്റും, പക്ഷെ മൃഗങ്ങൾക്ക് അത് പറയാൻ പറ്റത്തില്ലല്ലോ. സാറേ ഇവക്ക് എന്ത് ആഗ്രഹം ഉണ്ടല്ലോ എന്നോട് പറയാൻ ഞാൻ സാധിച്ചു കൊടുക്കാം. പറഞ്ഞാൽ സാധിക്കാൻ പറ്റുന്ന ആഗ്രഹമല്ല സാർ. ഞാൻ പൊന്നു പോലെ നോക്കാം
ഇല്ലെന്ന് ഞാൻ നമ്മുടെ സാമക്കരടിക്ക് വേണ്ടി ഞാൻ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു കൊടുത്തിട്ട് വരാം. ആണോ? ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. വേണോ സാർ? വേണം. അല്ല പരിചയം വേണം. അത്ര പരിചയമില്ല സാർ. വാ മോളെ. നമ്മുടെ സാറ് സ്വന്തം സാറാണേ. വാ സാമക്കരടി. സാറിന്റെ സ്വന്തം വാ. സാറ് വന്നോണ്ട് നീ രക്ഷപ്പെട്ട്. വായോ. ദൈവമേ, ഈ കാലിനെ കൊണ്ട് എവിടെയാണ് പോണത്? നീ ഈ കരടിയാണെങ്കിൽ എന്റെ ഒരു കയ്യാബദ്ധം കൊണ്ട് ചത്തും പോയി. ഇനി ഒരു പുതിയ കരടീനെ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഈ എന്താടാ? അയ്യോ എന്നെ കൊല്ലാൻ കൊണ്ടുപോയി. നിന്നെ കറങ്ങാൻ കൊണ്ടുപോയിട്ടാ? കറങ്ങാനാ? നീ തന്നെ ഊരിക്കൊണ്ടുവന്നേക്കണം. എടാ അപ്പുറത്ത് ആൺകരയുടെ കൂടില്ലേ, ആ ആൺകരയുടെ കൂട്ടിലോട്ടാണ് ആ കാലിനെ കൊണ്ടിട്ടത്. അയ്യോ, എന്നിട്ട് ആ ആൺകരയോട് അയാൾ പറയാണേ, ഒരുപാട് നാളായില്ലേ ഒറ്റയ്ക്ക് കിടക്കുന്നത്, എൻജോയ് എന്ന്. എൻജോയ് ചെയ്യാൻ പാടില്ല. ആ കരട് ചുമ്മാ ആവശ്യമില്ലാത്തടത്ത് എല്ലാം കയറി പിടിക്കണം. ചുമ്മാ ശരിയാത്ര ഞാൻ ഈ ജോലി രാജിവെച്ചു. നീ ഇത് പിടിച്ച് രാജിവെക്കല്ലേ? ഞാൻ പോവാ. രാജിവെക്കല്ലേ? ഇല്ലടാ ഞാൻ പോണേ, എനിക്ക് വയ്യ. എടാ എന്റെ പണി പോകും നീ പോയി കഴിഞ്ഞാ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ പണിയല്ലേ പോത്തുള്ളൂ. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇപ്പൊ പോകാതിരുന്ന എന്റെ ജീവനും പോവും, എന്റെ മാനവും പോവടാ.